നമസ്കാരം. നമ്മൾ എവിടെയാണ് ഇപ്പോൾ? നമസ്കാരം. നമ്മുടെ കമ്പനിയാണ് SPC. 5 രൂപയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ചെറിയ തക്കാളി ആയാലും വെണ്ടയ്ക്ക ആയാലും വഴുതനങ്ങയ്ക്കും ഒക്കെ ആയിട്ട് 5 രൂപയുടെ പാക്കറ്റ്. ഇത് കോടിക്കണക്കിനുള്ള മെഷീൻ ആയിരിക്കും. ഇത് കണ്ടോ സംഭവം തന്നെ. ഈ 4 എണ്ണത്തിന് വീണ്ടും ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് വീണ്ടും അവിടെ പോയിട്ട് മിക്സ് ആയിട്ടാണ് വീണ്ടും അവിടെ പോകുന്നത്. ഇതുപോലെ ബെൽറ്റ് വഴി എല്ലാ സാധനവും വന്നത് ഇവിടെ വരും. ഇവിടെ നമ്മുടെ പായ്ക്ക് വരും. ഈ നോക്ക്, ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ്, നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിൽ തന്നെയാണ് കമ്പനി കേട്ടോ. അപ്പം അവിടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡ്. പിന്നെ അകത്തോട്ട് നമുക്ക് പോകാം, അതൊക്കെ കാണാം. ഇതൊന്ന് ചോദിക്കാം. സംഗതി എന്താന്ന് മനസ്സിലായോ സാറേ? സാധാരണ കക്കയൊക്കെ പിന്നെ നീറ്റിയാണ് നാട്ടിലെല്ലാരും ഉപയോഗിക്കാറുള്ളത്. അത് വളരെ ദോഷമാണെന്നുള്ളത് നമ്മൾ പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. പച്ചക്കക്കയാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. അപ്പൊ ഇത് എവിടെ നിന്നുള്ള കക്കയാ? ഇത് ശരിക്കും മുരിങ്ങ കക്ക എന്ന് പറയും. കടലിൽ നിന്ന് എടുക്കുന്ന കക്കയാണ് ഇത്. സാധാരണ കക്കയെക്കാട്ടിലും ഇതിനകത്ത് നല്ല കാൽസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ചും കേരളമൊക്കെ ഫ്ലഡൊക്കെ കഴിഞ്ഞ പിന്നെ മുഴുവൻ സ്ഥലത്തെയും pH 5 വരെ താഴെയായി. അപ്പോൾ ഹൈലി അസിഡിക് സോയിലായി. നമുക്കറിയാം pH എന്ന് പറഞ്ഞാൽ 0 മുതൽ 14 വരെയാണ്. ന്യൂട്രൽ pH 7 അപ്പോൾ സാധാരണ കർഷകന് പലർക്കും ഇതറിയില്ല. അപ്പോൾ 7 താഴെ pH എത്തിയാൽ അസിഡിക് സോയിലിൽ കൃഷി ശരിയാവില്ല. അപ്പോൾ 6-ക്ക് 7-ക്ക് ഉള്ളിലുള്ള ഒരു pH കിട്ടണം. അതിന് ഏറ്റവും സാധാരണ കർഷകൻ ചെയ്യുന്നത് ഈ പറയുന്ന കുമ്മായം വാരിയിടുകയാണ്. കുമ്മായം കാൽസ്യം ഓക്സൈഡാണ്. ആ കാൽസ്യം ഓക്സൈഡ് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ മണ്ണിലുള്ള മൈക്രോബ്സും മണ്ണര എല്ലാം ചത്തുപോകും. ഒറ്റയടിക്ക് pH 9-ലേക്ക് എത്തും. അത് ചെടിക്ക് നല്ലതല്ല. ഒരു 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഡൗൺ ആയി വീണ്ടും അസിഡിക് സോയിലാവും. പക്ഷെ നമ്മൾ ഈ പച്ചക്ക് പൊടിച്ച് ഇതിൻ്റെ കൃത്യമായ അനുപാതത്തിൽ മഗ്നീഷ്യവും ചേർത്ത് മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇത് പൊടിച്ച് ഇതിൻ്റെ തരികൾ മണ്ണിലുണ്ടെങ്കിൽ എപ്പോഴൊക്കെ മണ്ണിൻ്റെ pH താഴുന്നോ ഓട്ടോമാറ്റിക്കലി ഇത് പൊടിഞ്ഞ് pH 7-ലേക്ക് എത്തും. 7-ലേക്ക് എത്തിയാൽ ഇത് പൊടിയിൽ ക്ലോസ് ആവും. പിന്നെയും ഒരു വലിയ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ 5.5 മഴവെള്ളത്തിൻ്റെ pH. അപ്പോൾ pH വീണ്ടും താഴും. അപ്പോൾ വീണ്ടും ഇത് പൊടിയാൻ തുടങ്ങും. അപ്പോൾ മണ്ണിൽ വർഷം മുഴുവൻ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് pH 7-ൽ സസ്റ്റെയിൻ ചെയ്യിക്കാനാണ് നമ്മൾ ഈ pH ബൂസ്റ്റർ കൊടുക്കുന്നത്. മറ്റേ നമ്മളുടെ കുമ്മായം ഇടുമ്പോൾ 45 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇടുന്നു. ആ സമയത്ത് കർഷകൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്, കുമ്മായം ഇടുന്ന സമയത്ത് നമ്മൾ മണ്ണ് ഇളതായി പോകുന്നത് കൊണ്ട് ആ സമയത്ത് വളം ചെയ്യത്തില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വളം ചെയ്യാറാകുമ്പോൾ മഴ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം കർഷകന് ഇത് വലിയൊരു ടെൻഷനാണ്. ഇതിനോടൊപ്പം തന്നെ വളം ചെയ്യാം. ഇത് ഒന്നിച്ച് വളവും ഇടാം. ഒരിക്കലും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മഴ പെയ്യുന്ന സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ടാണ്. അതുകൊണ്ട് ഇത് സാധാരണ കുമ്മായത്തിൽ വിത്തിട്ടാൽ കിളുക്കുമോ? പക്ഷെ ഇതിൽ വിത്തിട്ടാൽ കിളുക്കും. അപ്പോൾ എന്താണ് മണ്ണിന് വേണ്ടത്? എല്ലാ ശരിയായ പഠനം നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. കാൽസ്യം കാർബണേറ്റ് ആണ് വേണ്ടത്. ആ കാൽസ്യം കാർബണേറ്റ് ആണ് ഈ പച്ചക്ക് പൊടിക്കുന്നത്. പണ്ട് കാലത്ത് വെള്ളത്തിന് pH കൂട്ടാൻ വേണ്ടി പച്ചക്കക്ക ഇടുമായിരുന്നു. അപ്പോൾ ഈ വളത്തിനും പ്രധാനമായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ കണ്ടതൊന്നുമല്ല, നോക്കിക്കോ, ഏക്കർ കണക്കിനാ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് കോടിക്കണക്കിനുള്ള മെഷീൻ ആയിരിക്കും. ഇത് കണ്ടോ, ഈ പായ്ക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എല്ലാ വളവും ഇട്ടതിന് ശേഷം ഇതുപോലെ ബെൽറ്റ് വഴി എല്ലാ സാധനവും വന്നത് ഇവിടെ വരും. ഇവിടെ നമ്മുടെ പായ്ക്ക് വരും. ഈ പായ്ക്ക് വന്നിട്ടാണ് കറക്റ്റ് ചെയ്തത്. ഇപ്പൊ കണ്ടോ സാറേ, ഇപ്പൊ ഇതേ ഇവിടുന്ന് ഓരോ ഐറ്റങ്ങളും ഓരോ സ്ഥലത്തേക്ക് കറക്റ്റ് ചെയ്ത് വീഴും. അതെ. നമ്മുടെ ഇവിടുന്ന് നമുക്ക് എപ്പോഴും വളങ്ങളിൽ കൂടുതൽ മോർ ഡൈവേഴ്സിറ്റി മോർ സസ്റ്റൈനബിൾ എന്നാണ് പറയുന്നത്. എത്രമാത്രം ഐറ്റംസ് കൂടുതൽ ചേർക്കുന്ന വളത്തിന്റെ ക്വാളിറ്റി കൂടും. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു മിക്സ് ചെയ്ത സംഭവം തന്നെ ഈ 4 എണ്ണത്തിന് വീണ്ടും ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് വീണ്ടും അവിടെ പോയിട്ട് മിക്സ് ആയിട്ടാണ് വീണ്ടും അവിടെ പോകുന്നത്. ഈ സാധനം മറ്റേ കക്ക ഇല്ലയോ? അതെ. ഇത് ഇവിടുന്ന് വാരിയിടും. നമ്മുടെ pH ബൂസ്റ്റർ ഉണ്ടാക്കുന്നതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ പച്ചക്കക്കയാണ്, ഈ മുരിങ്ങക്കക്കയാണ്. ഈ മുരിങ്ങക്കക്കയിൽ നിറയെ കാൽസ്യമാണ്. പിന്നെ സാധാരണ രീതിയിൽ ഇപ്പൊ ആളുകൾക്ക് ഒരു അബദ്ധം പറ്റാറുണ്ട്. ഈ മുരിങ്ങക്കക്ക പൊടിച്ചത് മാത്രം കൊണ്ടിടും, കക്കാപ്പൊടി എന്ന് പറഞ്ഞ്. ശരിക്കും ഇത് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിന്റെ pH ബൂസ്റ്ററിൽ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ, ഈ കാൽസ്യത്തിന്റെ കൂടെ എപ്പോഴും മഗ്നീഷ്യം ഉണ്ടെങ്കിലേ ചെടിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാൽസ്യവും മഗ്നീഷ്യം പ്ലസ് സൾഫറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ pH ബൂസ്റ്റർ. അപ്പൊ പല ആളുകൾ പച്ചക്കക്ക പൊടിച്ചതിന് കിട്ടുന്നതിനും പെട്ടെന്ന് ഇതിനെങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് എന്നോട് ചോദിക്കും. അപ്പൊ ഞാനത് ഇവിടെ ഇന്ന് കർഷകരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് ചെയ്യുന്നത്. മറ്റു പല ഫാക്ടറികളിലും ശരിക്ക് ഒരു ഡ്രൈവറെ പോലും ഗേറ്റിനകത്ത് കയറ്റില്ല. നമ്മളിവിടെ വരുന്ന കർഷകനെ വരെ കാണിച്ചു കൊടുത്തിട്ടാണ് ഈ പ്രൊഡക്ഷൻ. ഏകദേശം എത്ര പേരാവുന്നത്? അതെ സാറേ, നമ്മൾ കക്ക കണ്ടി ഈ വാരി കുട്ടിയിട്ടേക്കുന്നത് എന്തുവാ? ഇത് ശരിക്കും നമ്മൾ വേപ്പും കുരി പൊടിച്ചതാ. വേപ്പും പിണ്ണാക്ക് നമ്മൾ ശരിക്കും വേപ്പും പിണ്ണാക്ക് നമ്മുടെ ബയോപോർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. 10-14 ഐറ്റം ചേർക്കുന്നതിനകത്ത് മെയിൻ ഒരു ഐറ്റം വേപ്പും പിണ്ണാക്കാ. അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ടാണ് അതിനെ ചേർക്കുന്നത്? അതെ. നമ്മൾക്ക് എത്രമാത്രം ഒരു വളത്തിൽ എത്ര ഐറ്റം കൂടുതൽ ചേർക്കും അത്രയും ക്വാളിറ്റി കൂടും. സാറേ, പിന്നെ സാധാരണ നമ്മളിവിടെ ചാക്കിലാണ് വളം കൊടുക്കുന്നത്. അപ്പൊ ഒരു 4 പച്ചക്കറി നടുന്ന ഒരാൾ എന്ത് ചെയ്യും? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ആദ്യത്തെ 9 വർഷം ഇതിന് എനിക്ക് ഉത്തരവില്ലായിരുന്നു.
പക്ഷേ ഈ വർഷം ഞങ്ങൾ പുതിയ ഈ ഫാക്ടറിയിലേക്ക് ഈ ജനുവരി 17 കോയമ്പത്തൂർ ലോഞ്ച് ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തതാണ് ശരിക്കും ഒരു വെറുതെ ഒരു ടെറസ് ഫാമിങ് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ 2 ചെടി മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു കറിവേപ്പില മാത്രമുള്ള ആൾക്ക് ഒരിക്കലും 1000 രൂപയുടെ വളത്തിൻ്റെ ആവശ്യമില്ല. അയാൾക്കൊരു 5 രൂപയുടെ വളം, അല്ലെ 10 രൂപയുടെ. ഈ പാക്കറ്റിന് എത്ര വില? ഇത് വെറും 5 രൂപയുടെ പാക്കറ്റാണ്. 5 രൂപയാണ്. കണ്ടോ, നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ചെറിയ ചെറിയ തക്കാളി ആയാലും വെണ്ടയ്ക്ക ആയാലും വഴുതനങ്ങയ്ക്കും ഒക്കെ ആയിട്ട്